വൈക്കത്തഷ്ടമിയുടെ ഒന്നാം ഉത്സവം നൃത്ത സംഗീത സാന്ദ്രമാക്കി വൈക്കം താലൂക്ക് NSS വനിതാ യൂണിയൻ്റെ തിരുവാതിര കളി ഭക്തി നിർഭരവും വർണ്ണാഭവുമായി. NSS ശ്രീപാർവതി തിരുവാതിര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യയനം പൂർത്തിയാക്കിയ 45 അംഗ വനിതകളുടെ സംഘവും പെൺകുട്ടികളുടെ സംഘവുമാണ് തിരുവാതിര കളി അവതരിപ്പിച്ചത്. നൃത്ത സംഗീതങ്ങളടക്കം 64 കലകളുടെയും ദേവനായ വൈക്കത്തപ്പൻ്റെ പ്രസിദ്ധമായ കലാമണ്ഡപത്തിലായിരുന്നു അരങ്ങേറ്റം. കലാരൂപം ഏതു തന്നെ ആയാലും വൈക്കത്തപ്പൻ്റെ കലാമണ്ഡപത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നവർ അതാത് കലാരംഗത്ത് പരമോന്നതിയിലെത്തുമെന്നാണ് വിശ്വാസവും ഐതിഹ്യവും. ഇതിന് കാരണമായി പറയപ്പെടുന്നത് കാണികൾക്കിടയിൽ 2 പേരായി വന്നുനിന്ന് സാക്ഷാൽ ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും കലാപരിപാടികൾ മുഴുവൻ ആസ്വദിക്കുന്നു എന്ന ഐതിഹ്യമാണ്. വൈക്കം താലൂക്ക് NSS വനിതാ യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനമാരംഭിച്ച ശ്രീപാർവതി തിരുവാതിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഘട്ടം ഘട്ടമായി 97 കരയോഗങ്ങളിൽ നിന്നുമുള്ള താൽപ്പര്യമുള്ള മുഴുവൻ വനിതകൾക്കും തിരുവാതിര കളി പരിശീലനം നൽകുവാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി വൈക്കം താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ PGM നായർ, സെക്രട്ടറി അഖിൽ R നായർ, വൈസ് ചെയർമാൻ P വേണുഗോപാൽ, അഡീഷണൽ യൂണിയൻ സെക്രട്ടറി S മുരുകേഷ്, വനിതാ യൂണിയൻ പ്രസിഡന്റ് K ജയലക്ഷ്മി എന്നിവരുടെ മേൽനോട്ടത്തിൽ കോഓർഡിനേറ്റർമാരായ PN രാധാകൃഷ്ണൻ, ശോഭന, ചന്ദ്രിക, ഗിരിജ ജയപ്രകാശ്, ലീലാമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് തിരുവാതിര പരിശീലനത്തിൻ്റെ ചുമതല. ഭക്തിഗാനം, ഭജന, വായ്ക്കുരവ, ആർപ്പുവിളി എന്നിവയിലും പരിശീലനം നൽകുന്നുണ്ടെന്ന് വൈക്കം താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ PGM നായർ പറഞ്ഞു. വൈക്കം താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ തിരുവാതിര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ആശയം പ്രാവർത്തികമാക്കുകയും നമ്മളുടെ അനേകം കൊച്ചുകുട്ടികളും മുതിർന്നവരുമായ ആളുകളെ തിരുവാതിര പരിശീലിപ്പിച്ച് വൈക്കത്തഷ്ടമിയുടെ 1-ാം ദിവസമായ ഇന്ന് അതിന്റെ അരങ്ങേറ്റം കുറിക്കുകയാണ്. 5 ട്രൂപ്പുകളിലുള്ള ആളുകളെയാണ് ആദ്യം തന്നെ പരിശീലിപ്പിച്ച് തിരുവാതിര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിലുള്ള ആളുകൾ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വൈക്കം താലൂക്കിൽ പരമാവധി ആളുകളെ പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുക, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആചാരത്തെയും പൈതൃകത്തെയും ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുക. കുരവ, തിരുവാതിര, അതുപോലെ ആർപ്പ്, ഇതിലെല്ലാം ആളുകൾക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുവാൻ. തിരുവാതിര കളിയിലും തിരുവാതിര പാട്ടിലും ഉന്നത നിലവാരം പുലർത്തുന്ന മികച്ച അധ്യാപകരായ ശ്രീദേവി രവികുമാർ, ഉഷാകുമാരി, P മായ, ജയചന്ദ്രിക, സുധ സജി, ഗിരിജ പ്രകാശ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകി വരുന്നത്. 3 ആഴ്ച മുതൽ 6 മാസം വരെയാണ് ഓരോ ബാച്ചിൻ്റെയും പരിശീലനം. 10 മുതൽ 15 പേർ ഉൾപ്പെടുന്ന ബാച്ചുകളായാണ് പരിശീലനം നൽകുന്നത്. നമ്മുടെ യൂണിയന്റെ കീഴിലുള്ള 97 കരയോഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ഇവിടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നതിനും അതിനുശേഷം സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പരമ്പരാഗതമായ ഒരു കലയാണ് തിരുവാതിര. പക്ഷേ കുറേ കാലങ്ങളായിട്ട് പഴയ ആളുകൾക്ക് മാത്രമേ ഇതെല്ലാം അറിയുള്ളൂ. അത് നമ്മുടെ ഈ കല അന്യം നിന്ന് പോകുമെന്ന ഒരു സംവിധാനത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NSSൻ്റെ ഇപ്പോഴുള്ള ഈ പുതിയ തലമുറയ്ക്ക് ആ കലയെ പരിചയപ്പെടുത്തുന്നതിനും അവർക്ക് അതിൽ പങ്കാളികളാകുന്നതിനും വേണ്ടിയിട്ട് NSS ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങി. അതിൽ ഞങ്ങൾക്കെല്ലാം പഠിക്കാനുള്ള സാഹചര്യം കിട്ടി. കേരളത്തിൻ്റെ തനത് പാരമ്പര്യ കലാരൂപങ്ങളായ തിരുവാതിര കളി അടക്കമുള്ളവ അന്യം നിന്നു പോകാതെ കാത്തു സൂക്ഷിക്കുവാനും
പെൺകുട്ടികളടക്കമുള്ള യുവതലമുറയിലേക്ക് പകർന്നു നൽകുവാനും ശാസ്ത്രീയ പരിശീലനം നൽകുവാനുമാണ് ശ്രീപാർവതി ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമിടുന്നതെന്ന് വൈക്കം താലൂക്ക് NSS വനിതാ യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി. പരിശീലനം പൂർത്തിയാക്കിയ ഉടൻ വൈക്കത്തപ്പൻ്റെ കലാമണ്ഡപത്തിൽ തന്നെ അരങ്ങേറ്റം കുറിക്കുവാൻ അവസരവും ഭാഗ്യവും ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് വനിതകൾ മടങ്ങിയത്. തനത് ഭംഗിയും ആകർഷണീയതയും തെല്ലും ചോരാതെ ചുവടുകളും പാട്ടും പരസ്പരം ലയിപ്പിച്ചു ചേർത്ത് ശ്രീപാർവതി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ അവതരണം തിങ്ങി നിറഞ്ഞ കാണികൾ കയ്യടിയും ഹർഷാരവവും മുഴക്കിയാണ് സ്വീകരിച്ചത്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.